നമസ്കാരം. കടലിനകത്തുള്ള ഒരു പല ടൈപ്പുള്ള ഫിഷിംഗ് വീഡിയോസും അതുപോലെ തന്നെ നമ്മുടെ ബോട്ട് പണിയാണ് എല്ലാം കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് വിട്ടുപോയൊരു കാര്യമാണ് ബോട്ടിൻ്റെ എഞ്ചിൻ കയറ്റുന്ന ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇതിനുള്ളൊരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കേണ്ട. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മുടെ ആ ഒരു എഞ്ചിൻ നേരെ ബോട്ടിലേക്ക് കയറ്റുന്ന ഒരു സീനാണ് ഈ കാണുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ക്രെയിൻ ഉപയോഗിച്ചാണ് ശരിക്കും ഈ ഒരു എഞ്ചിൻ മുകളിലേക്ക് പൊക്കി കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1.5 ടൺ 2 ടണ്ണോളം വെയിറ്റ് ഉണ്ടാവും. അതിനകത്ത് കൂടുതലായിട്ടും പറയണമെന്നുണ്ടെങ്കിൽ എഞ്ചിൻ്റെ ഒപ്പം നമ്മുടെ ഒരു ഗിയർ ബോക്സും അതുപോലെ തന്നെ പവർ ടേക്കും ഇതെല്ലാം കൂടി ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചായിരിക്കും ആ ഒരു എഞ്ചിൻ്റെ സെറ്റ് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിൻ്റെ ഏകദേശ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. കാരണം ഓരോ കമ്പനികളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൻ്റെ വില എന്ന് നിർണ്ണയിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ഏകദേശം ഒരു 20-25 ലക്ഷം രൂപയോളം നമ്മുടെ ഈ ഒരു എഞ്ചിനും അതുപോലെ തന്നെ ഗിയർ ബോക്സും പവർ ടേക്കും എല്ലാം കൂടി വരുമ്പോൾ ഇതിൻ്റെ ഒരു വില വരോട്ടെ. കാരണം എഞ്ചിന് തന്നെ 10-14 ലക്ഷം രൂപ 15 ലക്ഷം രൂപ ആകും. അതുപോലെ തന്നെ ഗിയർ ബോക്സ് 4 ലക്ഷം രൂപ തൊട്ട് 5 ലക്ഷം രൂപ തൊട്ട് 12 ലക്ഷം രൂപ വരെയുള്ള ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പവർ ടേക്കിനും അതിൻ്റേതായ വിലയാവും. അപ്പോൾ ഇതെല്ലാം കൂടി സെറ്റ് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഈ ഒരു റേറ്റ് ആവും. ഈ ഒരു ബോട്ടിനകത്ത് ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 495 HP പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണ ബെയ്ച്ചായി 6 സിലിണ്ടർ എഞ്ചിനാണ് യൂസ് ചെയ്തേക്കുന്നത്. കൂടുതലും നമ്മുടെ ഒരു മറൈൻ എഞ്ചിനുകളും കാര്യങ്ങളും വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ചൈനയുണ്ട് വന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബോട്ടിൻ്റെ പണി മൊത്തത്തിൽ അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല. ഫുള്ള് പണി തീരുന്നതിന് മുമ്പേ നമ്മുടെ ഒരു എഞ്ചിനും കാര്യങ്ങളൊക്കെ ഇറക്കി വെക്കും. അത് ഇനി ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇറക്കി പങ്കയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പണി കുറവായതിൻ്റെ പേരിൽ ഒട്ടുമിക്ക ബോട്ടുകൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. പൊതുവെ എല്ലാവർക്കും പണി കുറവാണ്. അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു ബോട്ടിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ, അതായത് ഇഷ്ടംപോലെ ആളുകളുടെ കഷ്ടപ്പാടിന് അധ്വാനത്തിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു ബോട്ട് നീറ്റിലേക്ക് ഇറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യം തന്നെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇരുമ്പോണിക്കാരായിരിക്കുള്ളൂ ബോട്ടിന് ഈ ഒരു രൂപത്തിലാക്കിയെടുക്കണത്. അതിനുശേഷം മരപ്പണിക്കാർ വരും, ഇലക്ട്രീഷ്യന്മാർ വരും, പിന്നെ ഫൈബർ പണിക്കാർ വരും, മെക്കാനിക്കുമാർ വരും. അങ്ങനെ ഒരുപാട് പേര് വരോട്ടെ നമ്മുടെ ഈ ഒരു ബോട്ടിനകത്ത് ഒരു ബോട്ട് പണിതിറക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ നമ്മുടെ ആ ഒരു എഞ്ചിൻ നേരെ എഞ്ചിൻ റൂമിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബോട്ടിൻ്റെ ഇരുമ്പോണിയെല്ലാം ഏറ്റെടുത്ത മേസ്തിരിയായിട്ട് അപ്പൂട്ടൻ ചേട്ടനും അനിയന്മാരൊക്കെ കൂടിയാണ് നമ്മുടെ ഈ ഒരു ബോട്ടിൻ്റെ ഇരുമ്പോണിയും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തത്. ശരിക്കും ഓരോ പണിക്കും ഓരോ കരാറായിട്ടായിരിക്കും കൊടുക്കുന്നത്. ഇരുമ്പോണി ഒരു കരാറ്, അതുപോലെ തന്നെ മരപ്പണി, അതുപോലെ വീൽ ഹൗസ്, പിന്നെ പെയിൻറ്റിങ്, ഇതെല്ലാം ഓരോ കരാർ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ഈ ഒരു ബോട്ടിൻ്റെ പണി നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഒരു ബോട്ടിൻ്റെ തുടക്കം തൊട്ട് ആ നീറ്റിലേക്ക് ഇറങ്ങണതിന് വേണ്ട ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസം 3.5 മാസമൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ നമ്മുടെ പേജിനകത്ത് ഇട്ടിട്ടുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ ഒരു 10-15 മിനിറ്റിൻ്റെ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണട്ടെ. എല്ലായിടത്തും ഷീറ്റ് കയറി കംപ്ലീറ്റ് ആയപ്പോഴും ഇവിടെ ചെറിയൊരു ഷീറ്റും കൂടി കയറാനുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പെട്ടെന്ന് കയറാനും ഇറങ്ങാനും എന്തെങ്കിലും സാധനങ്ങളൊക്കെ കയറ്റാനായിട്ടായിരിക്കുള്ളൂ നമ്മുടെ ഇവിടെ ഈ ഒരു അടിയിൽ ചെറിയൊരു ഷീറ്റിൻ്റെ ആ ഒരു ഭാഗം അവർ വെൽഡ് ചെയ്യാതെ വെച്ചേക്കണം. അത് ഏറ്റവും അവസാനം പണിയെല്ലാം കഴിയുമ്പോൾ ആയിരിക്കുള്ളൂ നമ്മുടെ ആ ഒരു ഷീറ്റ് വെൽഡ് ചെയ്ത് പൂർണ്ണ രൂപത്തിലാക്കണേട്ടാ. അപ്പോൾ എൻജിൻ പയ്യാണ് നമ്മുടെ ബോട്ടിലേക്ക് ഇറക്കണത്. കാരണം ഇത്രയും ലക്ഷങ്ങൾ വിലയുള്ള ഒരു സാധനമാണ്. അപ്പോൾ സൂക്ഷിച്ചും കണ്ട് ഇറക്കിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടം പറ്റിക്കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെ ഉണ്ട് നമ്മുടെ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് എൻജിൻ കയറ്റണ ഒരു കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു എൻജിൻ നേരെ ആ ഒരു മരക്കട്ടറ മുകളിൽ ഇങ്ങനെ പാക്കിംഗ് ആയിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ മെക്കാനിക്കുമാർ വന്നിട്ട് അതിൻ്റെ ആ ഒരു അലൈൻമെൻറ്റും കാര്യങ്ങളെല്ലാം നോക്കും. അതിനുശേഷം ഇതിൻ്റെ ആ ഒരു ബോൾട്ട് ചെയ്യേണ്ട സ്ഥാനം ഈ ഇരുമ്പോണിക്കാർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവരാണ് അത് ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കുകയൊക്കെ ചെയ്യണേട്ടാ. അപ്പോൾ ഇതിനകത്ത് പങ്ക് കയറ്റണുണ്ട്, അതുപോലെ തന്നെ വീഞ്ച് കയറ്റണുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അതുപോലെ കംപ്ലീറ്റ് ഒന്ന് കാണാനായിട്ട് പോകട്ടെ. അങ്ങനെ ആ ഒരു എഞ്ചിൻ നേരെ ആ ഒരു കറക്റ്റ് ആ ഒരു സീറ്റിങ്ങിലേക്ക് നിർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നേരെ നമ്മുടെ ആ ഒരു കയറൂരിയുടെ ഉണ്ട്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഞ്ച് എടുക്കാനായിട്ടാണ് പോകുന്നത്. വീഞ്ച് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണെന്നുള്ളത്. പലർക്കും ഞാൻ വീഡിയോയിൽ കാണിച്ച് പരിചയമുള്ള സാധനം കൂടെ വീഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട പങ്കയുടെ ആ ഒരു ഷാഫ്റ്റ് പോകാനായിട്ടുള്ള ഒരു സലൂണിൽ കാണുന്നത്. ഇതിൽ കൂടെ ഇരിക്കുള്ളൂ നമ്മുടെ പങ്കയുടെ ഷാഫ്റ്റ് പോയിട്ട് നേരെ ഗിയർ ബോക്സിനകത്തേക്ക് പിടിക്കണേട്ടാ. അതൊക്കെ മെക്കാനിക്കുമാരുടെ പണിയാണ് അതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ കെട്ടഴിച്ച് നേരെ വിടുകയാണ്. അടുത്തത് നമ്മുടെ വീഞ്ച് ഒക്കെയാണ്. വീഞ്ചിനെ പറ്റി നമ്മുടെ പേജ് കാണുന്നവർക്ക് കണ്ട് നല്ല പരിചയം ഉണ്ടാകും. കാരണം കടലിലേക്ക് നമ്മൾ വല ഇറക്കാനും കയറ്റാനും അതുപോലെ ബോർഡൊക്കെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഞ്ചിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും. ഇതിനകത്ത് നമ്മുടെ വയർ റോപ്പും കാര്യങ്ങളൊക്കെ പിടിച്ച് ഈ വീഞ്ചാണ് പയ്യെ നമ്മുടെ ഒരു വലനെയും റോപ്പിനെയൊക്കെ നേരെ കടലിലേക്ക് വിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ.
അപ്പോൾ ഇതെങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു ടണ്ണൊക്കെ മേളിൽ വെയിറ്റ് ഉണ്ട് അവിടെ നമ്മുടെ ഈ ഒരു വീഞ്ചിനെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ വീഞ്ചിനകത്ത് ഇനി വയർ റോപ്പ് വരും, അതൊക്കെ നമ്മൾ ബോട്ട് ഇറക്കിയതിനും നീറ്റിലേക്ക് ഇറക്കിയതിന് ശേഷമാണ് നമ്മുടെ വയർ റോപ്പും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് ചുറ്റിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മുടെ ഒരു വീഞ്ചി ഇപ്പോൾ ക്രെയിൻ വന്ന സ്ഥിതിക്ക് ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ എൻജിൻ കയറ്റുന്ന സമയത്ത് വീഞ്ച് കയറ്റും, സുനാമി കയറ്റും, അതുപോലെ മാസ്റ്റർ, അങ്ങനെ ഇരുമ്പ് ബോട്ടിൻ്റെ മുകളിലേക്ക് വേണ്ട സാധനങ്ങൾ വെയിറ്റുള്ള എല്ലാം എന്തൊക്കെയുണ്ട് അതെല്ലാം നമ്മൾ ഈ ഒരു ക്രെയിൻ ഉപയോഗിച്ച് കയറ്റൂടെ. കാരണം രണ്ടാമത് ഇനി ക്രെയിൻ വിളിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ വന്ന വഴിക്ക് എല്ലാ പണിയും തീർത്തിട്ട് നമ്മുടെ ഈ ഒരു ക്രെയിൻ ഇവിടെ നിന്ന് പോകുള്ളൂ, അതായത് ബോട്ടിലേക്ക് കയറ്റാനുള്ള എല്ലാ കാര്യങ്ങളും കയറ്റിയിട്ട്. അപ്പോൾ അതേ ആ ഒരു വീഞ്ചും കാര്യങ്ങളൊക്കെ കറക്കണ കാഴ്ച നോക്കി. എഞ്ചിന് മാത്രമല്ല കേട്ടോ നമ്മൾ അലൈൻമെൻറ്റും കാര്യങ്ങളും നോക്കണം. മെക്കാനിക്കുമാർ വന്നിട്ട് വീഞ്ചിൻ്റെ മെക്കാനിക്കുമാർ വന്നിട്ട് ഇതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കും. നമ്മുടെ പവർ ടേക്കുമേന്ന് ഒരു ബെൽറ്റ് വെച്ചിട്ട് ഒരു പുള്ളിയിൽ നിന്ന് ഒരു ഷാഫ്റ്റ് നമ്മുടെ ഈ ഒരു വീഞ്ചിമേലേക്ക് വരോട്ടെ. അങ്ങനെ അതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയായിരിക്കുള്ളൂ നമ്മുടെ ഈ ഒരു വീഞ്ചിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെന്തെങ്കിലും ഒരു തെറ്റായ അല്ലെങ്കിൽ കേടുപാടൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഞ്ചിന് കംപ്ലയിൻറ്റ് വരും, അതുപോലെ ബോൾട്ടും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ പോയി. അങ്ങനെ വീഞ്ചിൽ നമ്മൾ കയറ്റി കഴിഞ്ഞിട്ട് അടുത്തെടുക്കുന്ന സംഭവമാണ് നമ്മുടെ ബോട്ടിൻ്റെ മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ അതാണ്. കാണുമ്പോൾ ചെറിയൊരു പൈപ്പാണെങ്കിലും ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ മാസ്റ്റർ എന്ന് പറയൂടെ. കാരണം ഇതാണ് നമ്മുടെ ബോട്ടിൽ നമ്മൾ വല വലിക്കാൻ നേരത്ത് ലോഡും കാര്യങ്ങളും കംപ്ലീറ്റ് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാസ്റ്ററും ആയിരിക്കുള്ളൂ. വീഞ്ചിൻ്റെ ലോഡ് മാസ്റ്ററും വരും, അതുപോലെ സുനാമിയുടെ ലോഡ് എല്ലാം മാസ്റ്ററും വരോട്ടെ. ശരിക്കും ഇതെല്ലാം കൂടി കണക്റ്റഡ് ആയിരിക്കുള്ളൂ നമ്മുടെ ഈ ഒരു മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഇതിനൊരു മാസ്റ്റർ എന്നുള്ളൊരു പേര് വേണ്ടിയിട്ട്. അതുപോലെ ഗ്യാൽ ഹൗസിൻ്റെ കയ്യാണ്ട് ഈ പൊക്കിക്കരുന്നുണ്ട് കണ്ട. പറഞ്ഞു തരും മുമ്പേ നമ്മുടെ ആ ഒരു പങ്കയം ഷാഫ്റ്റ് എത്തിയിട്ട മുനമ്പത്തുനിന്നാണ് നമ്മുടെ ഈ ഒരു പങ്കയം ഷാഫ്റ്റും കൊണ്ടുവന്നേക്കുന്നത്. ചെറിയൊരു പെട്ടി വണ്ടിയിലാണ് കൊണ്ടുവന്നത്. അതും നമ്മുടെ ആ ഒരു ക്രെയിൻ ഉപയോഗിച്ച് പൊക്കി നേരെ ആ ഒരു ചേട്ടൻ പിടിച്ച് നേരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ആ ഒരു ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്ന ഒരു സീനുണ്ട്. ഷാഫ്റ്റും അതുപോലെ തന്നെ ചുക്കായം, അതായത് റഡർ വരാനായിട്ടുള്ള ആ ഒരു സ്ഥലമാണ് ഈ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ. ഇതാണ് നമ്മുടെ ആ ഒരു ഷാഫ്റ്റ് കയറി പോണ വഴിയേട്ടാ. ഷാഫ്റ്റ് ഇതിൽ കൂടെ നേരെ കയറി ചെന്നിട്ട് നമ്മുടെ ആ ഒരു ഗിയർ ബോക്സിൻ്റെ ഉള്ളിലേക്കാണ് നേരെ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ അതായത് നമ്മുടെ ആ ഒരു പങ്കയും ഷാഫ്റ്റും കൂടി നമ്മുടെ പണിക്കാർ ചേട്ടന്മാരെല്ലാവരും കൂടി ചേർന്ന് പൊക്കിക്കൊണ്ടുതന്നെ ഒരു കാഴ്ചയുണ്ട് ഈ കാണണം. ഫൈവ് ലീഫ് പ്രൊപ്പലറാണ് നമ്മുടെ ഈ ഒരു ബോട്ടിനകത്ത് വന്നേക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾക്ക് ഒരു ബോട്ടിൻ്റെ വീഡിയോയിൽ അതിൻ്റെ ആ ഒരു ഗിയർ ബോക്സ് വ്യത്യാസം ഉണ്ട് അതിൻ്റെ വലിയ. അത് ആൻറ്റി ക്ലോക്ക് വൈസാണ് അതിൻ്റെ ആ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞത്. അത് നമുക്ക് അധികം അങ്ങനെ കണ്ടിട്ടില്ല ഒരു ബോട്ടിനകത്തും. അപ്പോൾ അതിനകത്താണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ ക്ലോക്ക് വൈസ് ആയിരിക്കുള്ളൂ നമ്മുടെ ഈ ഒരു ബോട്ടിൻ്റെ ആ ഒരു ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ആ ഒരു ബോൾട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ആശാൻ ഊരിയിട്ട് നേരെ ഷാഫ്റ്റ് പയ്യെ എല്ലാവരും കൂടി ചേർന്ന് പൊക്കി കയറ്റി അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ആ ഒരു അളവിനനുസരിച്ച് ഒരു ഗ്യാപ്പ് ഇങ്ങനെ വരും. 3 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടാവും. ആ ഒരു ഗ്യാപ്പിന് നിർത്തി കറക്റ്റായിട്ട് അങ്ങോട്ട് തള്ളിക്കയറുന്ന ഒരു സീനാണ്ടി കാണും. സ്മൂത്തായിട്ട് കയറി പോകാനായിട്ട് നമ്മൾ കുറച്ച് ഷാമ്പു വാങ്ങിച്ച് ആ ഒരു ഷാഫ്റ്റ് പുരട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആ ഒരു പങ്ക് കയറ്റി ജസ്റ്റ് ഒന്ന് ബോൾട്ട് ചെയ്ത് നോക്കും. മെക്കാനിക്കുമാർ ഒന്നായിരിക്കും അതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി കറക്റ്റ് ഫിറ്റ് ചെയ്യണേട്ടാ. അപ്പോൾ ശരിക്കും നമ്മുടെ ആ ഒരു എഞ്ചിൻ എങ്ങനെയാണ് കയറ്റണേന്ന് കാണിക്കാനെടുത്ത ഒരു ചെറിയ വീഡിയോ ആണ്. അതിൻ്റെ ഒപ്പം നമ്മുടെ ആ ഒരു ഷാഫ്റ്റും അതുപോലെ തന്നെ വീഞ്ചും കാര്യങ്ങളൊക്കെ കാണിക്കാനൊക്കെ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പേജ് മറക്കാണ്ട് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ടാറ്റാ.